ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് സീറോ മലബാർ സഭയുടെ ആരാധനക്രമം 2025 ജനുവരി 1 നമ്മുടെ കർത്താവിൻ്റെ നാമകരണ തിരുനാൾ അഥവാ ചേതനാചാര കർമ്മം. ഈ ഭാഗത്തിന് വേണ്ടി ഇന്നത്തെ ദിവസത്തിനായിട്ട് സീറോ മലബാർ സഭയുടെ ലിറ്റർജി അനുസരിച്ച് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, ലൂക്ക 2-ാം അധ്യായം 21-ാം വാക്യവും. ഈശോയുടെ ജനനവും പിന്നീട് ആ 40-ാം നാൾ യേശുവിന് യേശു എന്ന പേര് ഗബ്രിയേൽ ദൂതൻ നിർദ്ദേശിച്ച മംഗളവാർത്ത സമയത്ത് നിർദ്ദേശിച്ച യേശു എന്ന പേര് നൽകി എന്നുമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെങ്കിലും യേശു എന്ന പേര് നൽകിക്കൊണ്ട് ഈശോയുടെ ഒരു ജീവിതം, ആത്മീയമായൊരു ജീവിതം ആരംഭിക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നത്. ഈ സുവിശേഷ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം തന്നെയാണ് ആഗോള സഭ ദൈവമാതൃത്വ തിരുനാൾ ആചരിക്കുന്നത്. ദൈവമാതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ധ്യാന വിചാരം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് ആഗോള സഭയുടെ പ്രത്യാശയുടെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നത് തന്നെയാണ്. പരിശുദ്ധ അമ്മ അതേ പറഞ്ഞതുകൊണ്ട് ഈശോ ആ ആദ്യത്തെ ജൂബിലി കവാടമായി അമ്മയുടെ ഹൃദയം തുറന്ന് ആ വചനം ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ രക്ഷയുടെ ജൂബിലി കവാടമായി അമ്മയുടെ ഉദരം തുറന്ന് ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ കരുണയുടെ ആദ്യത്തെ കവാടം അല്ലെങ്കിൽ ജൂബിലിയുടെ കവാടം അല്ലെങ്കിൽ പ്രത്യാശയുടെ കവാടം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന, വിശ്വാസത്തിൻ്റെ കവാടം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന കവാടം അമ്മയുടെ ഉദരം തന്നെയാണ്. അമ്മയുടെ ഹൃദയത്തിലൂടെ വചനവും ഉദരത്തിലൂടെ മാംസം ധരിച്ച വചനവും നമ്മളിലേക്ക് കടന്നു വരുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ സ്പേ സാൽവി എന്ന് പറയപ്പെടുന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് പാപ്പ 2007 എഴുതിയ ചാക്രിക ലേഖനമാണ്. അതിൽ അവസാനത്തെ ഖണ്ഡിക 49-50 ഖണ്ഡികകൾ മറിയത്തെ സംബന്ധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ട് പാപ്പ മറിയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകമാകുന്ന സമുദ്രത്തിൽ പെട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി, വഴികാട്ടുവാൻ വേണ്ടി, ബലപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അയച്ച സമുദ്രതാരകം, സമുദ്രത്തിലെ നക്ഷത്രം, സ്റ്റെല്ല മാരിസ്, സ്റ്റാർ ഓഫ് സീ എന്ന് പറയപ്പെടുന്നതാണ് മറിയം. മറിയം നമ്മളെ വഴി നടത്തും. മറിയത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ പ്രത്യാശയോടുകൂടി ഈ തിരകളെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് സീറോ മലബാർ ലിറ്റർജി അനുസരിച്ച് വർഷാരംഭത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നൊരു വചനഭാഗം കൂടിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വളരെ മനോഹരമായൊരു ഭാഗം. ഇത് ലിറ്റർജിക്കലായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാഗമാണ്. അതിൻ്റെ ഒരു ക്രമം അനുസരിച്ച് പിറവി തിരുനാളും കഴിഞ്ഞ് വരുന്ന 2ാമത്തെ ആഴ്ചയിൽ ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ഉള്ള വചനഭാഗങ്ങളെന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ഒരു വചനഭാഗത്ത് പ്രത്യാശയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നാണ് POC ബൈബിളിൻ്റെ തലക്കെട്ട്. ഇവിടെ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ആഗ്രഹപ്പെടുന്നത്? എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ എന്തിന് ഉത്കണ്ഠാകുലരാകുന്നു? ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പറവകൾ നോക്കിനോ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ സ്വർഗ്ഗസ്നായ പിതാവെ തീറ്റിപ്പോറ്റുന്നില്ലേ? അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പോൾ വലിയ പ്രത്യാശ നൽകുന്ന വചനഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ വലിയ പ്രത്യാശ നൽകുന്നത്. അതായത് നമ്മുടെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആകൃതികളുണ്ട്. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, രോഗത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആത്മീയ പ്രശ്നങ്ങൾ, സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ, തൊഴിലിടത്തിൽ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുടെ മധ്യേ ഉത്കണ്ഠാകുലരായി നമ്മൾ നിൽക്കുമ്പോൾ ഈശോ പറയുകയാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ അസ്വസ്ഥരാകുന്നത്? നിങ്ങൾ ആകാശത്തിലെ പറവകൾ നോക്കുക, വയലിലെ ലില്ലിപ്പൂക്കൾ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ പറയുക. എന്നിട്ട് ഇതിനകത്ത് 33-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയം. 33 എന്ന് പറയുന്ന സംഖ്യ നമുക്കറിയാമല്ലോ. ഈശോയുടെ ഇടപെടൽ അല്ലെങ്കിൽ ആ ഈശോയുടെ കുരിശു മരണത്തിലൂടെയുള്ള രക്ഷയുടെ സംഖ്യയാണ് 33. അപ്പോൾ 33-ാം വാക്യത്തുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും.
ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് 2025 പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന വളരെ മനോഹരമായ ഒരു ആശംസ ഇതാണ്: നിങ്ങൾ ഒരു കാരണവശാലും ഉത്കണ്ഠാകുലരാകണ്ട, പ്രത്യാശയോടെ മുമ്പോട്ട് പോവുക. എല്ലാ കാര്യവും ദൈവം നോക്കിക്കൊള്ളും. പക്ഷേ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഹാപ്പി ന്യൂ ഇയർ.